എന്റെ പേര് പാപ്പല്ലു. ആരെന്റെ വണ്ടി കയറിയിരുന്നാലും അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. എങ്ങോട്ടാ പോകേണ്ടത്? സൺസിറ്റി സ്കൂൾ. ഞാൻ നിങ്ങൾ കഴിക്കട്ടെ. പപ്പല്ലുവിന്റെ വണ്ടിയിൽ കസ്റ്റമർ വന്ന് കയറുന്നത് അവരുടെ ഇഷ്ടത്തിനാ, പക്ഷെ തിരിച്ചിറങ്ങുന്നത് എന്റെ ഇഷ്ടത്തിനായിരിക്കും. എന്താ പറഞ്ഞു വരുന്നത്? മീറ്റർ ഡൗൺ ആവുമ്പം എല്ലാം മനസ്സിലാവും. എന്റെ ദൈവമേ, എന്താ ഇതൊക്കെ? ഇത് ടെലിപോർട്ട് റേസ് ആണ്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ നീ ടെലിപോർട്ടായി മാറും. എന്ന് വെച്ചാൽ നീ അങ്ങ് അപ്രത്യക്ഷമാകും. എന്റെ ഗോഡൌണിൽ ചെന്നെത്തും. എന്റെ പേര് പപ്പല്ലു. ആരെങ്കിലും എന്റെ വണ്ടിയിൽ കയറിയിരുന്നാൽ അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. ഇതുപോലെ സൺ സിറ്റിയിലെ എല്ലാ കുട്ടികളെയും ഞാൻ ടെലിപോർട്ട് ചെയ്ത് കിഡ്നാപ്പ് ചെയ്യാൻ പോയാണ്. എന്നിട്ട് മേയറിനോട് ഞാൻ വലിയൊരു റാൻസം ചോദിക്കും. സ്കൂളിലേക്ക് പോയ സമയമായി. ഇത്ര നേരമായിട്ടും ഡോഡോ എന്താ വരാത്തത്? ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡോഡോ ഇന്ന് ലേറ്റ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരില്ല വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. ഹലോ ബഡ്ഡി കീക്കോ, ഇതാ എത്തിക്കഴിഞ്ഞു ബഡ്ഡി സ്പീഡോ. നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കണോ അതോ പൊളിച്ചടുക്കണോ? പറയൂ, വേഗം പറയൂ. നോക്കൂ സൂപ്പർ സ്പീഡോ, ആ ദിക്കിൽ എന്തോ അപകടമുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ കീക്കോ, നമുക്ക് എന്താണ് അപകടമെന്ന് നോക്കാം. എന്റെ ദൈവമേ, അവൻ എത്തിയല്ലോ. ആര്? കീക്കോയും സൂപ്പർ സ്പീഡോയും. ഓ, ഞാൻ അവരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അവൻ കീക്കോയാണെങ്കിൽ ഞാൻ പപ്പല്ലു ആണ്. കീക്കോയുടെ കൈവശം സൂപ്പർ സ്പീഡോ ഉണ്ടെങ്കിൽ എന്റെ കൈവശം സൂപ്പർ ഓട്ടോ ഉണ്ട്. എന്താ കാണണോ? ഓ, ഈ സൂപ്പർ ഓട്ടോ സൂപ്പർ സ്പീഡോയെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. കീക്കോ, എന്താണ് അവനെ ചെയ്യേണ്ടത്? വേഗം പറ. സൂപ്പർ സ്പീഡോ, ആദ്യം അവനെ ഫോളോ ചെയ്യ്. വൗ, ഈ ഓട്ടോ സൂപ്പർ ഓട്ടോയാണല്ലോ. എന്റെ ദൈവമേ, ഞാൻ ടെലിപ്പോർട്ടായി എവിടാ വന്നെത്തിയിരിക്കുന്നത്? വേഗം, അതിവേഗം R7 സിങ്ക് ആവട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഗുഡ് മോർണിംഗ് അങ്കിൾ. നിങ്ങൾ എന്ത് തരം തെറ്റാ ചെയ്യുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിച്ചോടുന്നത്? എന്റെ പേര് പപ്പല്ലു.
ആരെന്റെ വണ്ടിയിൽ കയറിയിരുന്നാലും അവരെയും കൂട്ടി ഞാൻ പറക്കും. ഞാൻ എങ്ങോട്ടാ ഓടുന്നത്? ഞാൻ നിന്റെ കൂടെ റേസ് കളിക്കായിരുന്നു. ഞാൻ സൂപ്പർ സ്പീഡോയുടെ ഫാനാണ്. ഇൻസ്പയർ ആയതുകൊണ്ടാണ് ഞാൻ ഈ സൂപ്പർ ഓട്ടോ റെഡിയാക്കിയത്. ഇതിന്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഗുരു തന്നെയാണ്. സെഷൻ തന്നെ. സൂപ്പർ സ്പീഡോ എന്ന് സൂപ്പർ സ്പീഡോ തന്നെ. അതുപോലെ എന്റെ സൂപ്പർ ഓട്ടോ തന്നെയാണ്. എന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ അകത്ത് കയറിയിരുന്നു ഒന്ന് ചെക്ക്. എന്നാ ഞാൻ പോട്ടെ. എന്താ ഇത്? പെട്ടെന്ന് ആർസനൽ ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഡോഡോയെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്നോ? അതെ അങ്കിൾ, ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡോഡോ ഇപ്പോ കാണാതെ പോയിരിക്കുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി അതിനെന്താ നമ്പർ 420? കാരണം പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഷർട്ട് അത് വെറും ഡമ്മി പീസ് ആണ്. ഡോളി ബോസും എസ്കേപ്പ് ആയിരിക്കുന്നു. കിഡ്നാപ്പറായാലും കൊള്ളക്കാരനായാലും ഏത് പാതാളത്തിൽ ചെന്നാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. കേസ് ഞാൻ ക്ലോസ് ചെയ്യും ഫടാഫട്ട്. അതാണ് ഡിറ്റക്റ്റീവ് ചട്ട്പാട്ട്. കലക്കി ജട്ട്പട്ട് സാർ, എന്തൊരു ഡയലോഗാ പറഞ്ഞത്? ഞാൻ ഈ പാഡിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഒരു വേർഡ് പോലും മിസ് ചെയ്ത് നല്ലോണം നോട്ട് ചെയ്തു. ഏതുവനായാലും അവനെ വിടുന്ന പ്രശ്നമില്ല. ഒറ്റൊരുത്തനും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. ജട്ട്പട്ട് സാർ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡോഡോ മാത്രമല്ല സൺ സിറ്റിയിലെ പല കുട്ടികളും കാണാതായിരിക്കുന്നു. കുട്ടികളെ ഇങ്ങനെ ആരാണ് കടത്തിക്കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ഒരു പ്രാവശ്യം മനസ്സിലായാ മതി. പിന്നെ അവനെ ഞാൻ ഈ ലോകത്ത് നിന്നെ പുറത്താക്കും. കാര്യമായിട്ടാണോ? ഒരു ദിവസം ഡൈനോസർ എന്നോട് കയറി കളിച്ചു. ഞാൻ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു. ഒറ്റത്തട്ടിന് അവനെ സ്റ്റിംഗ് ടാക്കി കളഞ്ഞു. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി വന്നെ കടിക്കട്ടെ. അമ്മേ, പക്ഷി വന്ന് കടിച്ചിട്ട് പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ മേയർ സാർ പറഞ്ഞത് പച്ചക്കള്ളമാണ്. പെട്ടെന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതിനെല്ലാം കാരണം മിസ്റ്റർ പപ്ലു ആണെന്ന് തോന്നുന്നു. എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. റോൾ നമ്പർ 420, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാനിപ്പോ തരുന്ന സാധനം ഉണ്ടല്ലോ, അത് ട്രാക്കിംഗ് ഡിവൈസ് ആണ്. ഇതും വെച്ചോണ്ട് വേണം നിങ്ങൾ പബ്ലുവിന്റെ വണ്ടിയിൽ കയറാൻ. മനസ്സിലായല്ലോ? പിന്നെ അവൻ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോയാലും ശരി, നിങ്ങൾക്ക് ആ ഏരിയയുടെ കോർഡിനേറ്റ് തീർച്ചയായും കിട്ടും. പിന്നെ ഞാനും സൂപ്പർ സ്പീഡോയും അവിടെ എത്തും. നിങ്ങളെയും മറ്റുള്ള കുട്ടികളെയും രക്ഷിക്കും. ഓക്കെ? പറ്റില്ല, എനിക്ക് ആകെ പേടി തോന്നുന്നു. അതെ എനിക്കും പേടിയാ. കീക്കോ, അയാളുടെ വണ്ടി നിനക്ക് പോക്കൂടെ? തീർച്ചയായിട്ടും പോകാം. പക്ഷേ മിസ്റ്റർ പബ്ലു എന്നെ നേരത്തെ കണ്ടുപോയി. എന്നെ കണ്ടാൽ അയാൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റൈറ്റ്. അവനിതാ വരുന്നു. നിങ്ങൾ റെഡിയല്ലേ? അല്ല, റോൾ നമ്പർ 421 വേർഡിൽ പറഞ്ഞാൽ പേടി തൊണ്ടന്മാരാ. പക്ഷെ ഞാനങ്ങനെ പേടിക്കുന്ന ആളല്ല. നമ്മുടെ ഫ്രണ്ട്സിനെയും മറ്റുള്ള കുട്ടികളെയും കണ്ടെത്താൻ ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ പപ്ലുവിന്റെ ഓട്ടോയിൽ കയറിയിരിക്കും. ഓട്ടോ. എന്റെ പേര് പപ്പല്ലു. ആരെന്റെ വണ്ടിയിൽ കയറിയിരുന്നാലും അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? 2 വേർഡ്സിൽ പറഞ്ഞാൽ സൺ സിറ്റി സ്കൂൾ. ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനാണ് പപ്പലുവിന്റെ വണ്ടി കയറിയിരിക്കുന്നത്. പക്ഷെ പുറത്തു പോകുന്നത് എന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. എന്താ പറഞ്ഞത്? മീറ്റർ ഡൗൺ ആവുമ്പോ എല്ലാം മനസ്സിലാകും. എനിക്ക് എന്താ പറ്റിയത്? ഇത് ടെലിപോർട്ട് റേസ് ആണ്. ഇപ്രാവശ്യം അഡ്വാൻസ്ഡ് റേസ് ആണ്. 30 സെക്കൻഡിൽ നീ ടെലിപോർട്ട് ആകാൻ പോവുകയാണ്. അതായത് അപ്രത്യക്ഷമാകും. നീ എന്റെ ഗുഡൌണിൽ ചെന്നെത്തും. എന്റെ പേര് പപ്പല്ലു. ആരെങ്കിലും എന്റെ വണ്ടിയിൽ കയറിയിരുന്നാൽ ഞാൻ അവരെയും കൊണ്ട് പറക്കും. ഓ, അപ്പം മിസ്റ്റർ പബ്ലു തന്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നവരെ ടെലിപോർട്ട് ചെയ്ത് അപ്രത്യക്ഷമാക്കുകയാണോ? അതുകൊണ്ടാണ് എനിക്കിന്ന് ഡോഡോയെ കാണാനേ പറ്റിയില്ല. ചാടി കയറിയപ്പോ എനിക്ക് മിസ്റ്റർ പബ്ലുവിനെ അറ്റാക്ക് ചെയ്യാനും പറ്റിയില്ല. ആ കുട്ടികളൊക്കെ ഇപ്പൊ എവിടെയാ ഉള്ളെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. ഒരു പ്രാവശ്യം ഡോഡോ, ടോണി പിന്നെ കുട്ടികളുള്ള സ്ഥലം അറിഞ്ഞാൽ പിന്നെ പബ്ലു ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകിയിരിക്കും. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ.
ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വേഗം പറയൂ. ഹായ് സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ട്വിങ്കിളിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം. അത് വെച്ച് കുട്ടികളുടെ ലൊക്കേഷൻ നമ്മൾ ട്രേസ് ചെയ്യണം. ഓൾറൈറ്റ് കീക്കോ, ആദ്യം കുട്ടികളുടെ ലൊക്കേഷൻ കണ്ടെത്താം. പപ്ലുവിന്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. നീ പേടിക്കണ്ട ടോണി, കീക്കോ ഉള്ളപ്പോ നമുക്ക് ഒന്നും സംഭവിക്കില്ല. ഇതൊരൽപ്പം കഴിക്ക്. ട്വിങ്കിൾ, നീയോ? അതെ, നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കാൻ കീക്കോ ആണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് എന്നെ അയച്ചത്. ഇത് കണ്ടോ, ട്രാക്കേഴ്സ്. ഇതിന്റെ സഹായത്തോടെ കീക്കോ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. കീക്കോ നമ്മളെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാണോ? ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ ആ ലൊക്കേഷൻ കണ്ടെത്തി. വരൂ ബഡി, ചെന്ന് നമുക്ക് റൈറ്റിനെ രക്ഷിക്കാം, എന്നിട്ട് മിസ്റ്റർ റോങ്ങിനെ ശിക്ഷിക്കാം. Yo, don't let him go. 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 Now that his formula set, Super Auto's now a jet. I'm sure that something's wrong. This is not where you belong. We'll chase you round the whole town. Now we'll pull your meter down. What's his final plan, bro? We need to find it out. Let's go. നമ്മുടെ ഈ ലൊക്കേഷൻ കീക്കോ കണ്ടെത്തി കഴിഞ്ഞോ തോന്നുന്നു. അവൻ അടുത്തെത്തി കഴിഞ്ഞു തോന്നുന്നു. ഇതുകൊണ്ട് ഒരു പക്ഷേ കീക്കോ ലൊക്കേഷൻ കണ്ടെത്തിയെന്നിരിക്കും. ഈ സ്ഥലത്ത് അവൻ ഒരിക്കലും എത്താൻ പറ്റില്ല, കാരണം ഇവിടെ എത്തിച്ചേരാനുള്ള വഴി ഏതാണ്ട് ഒരു വീഡിയോ ഗെയിം പോലെയാണ്. അപകടങ്ങൾ നിറഞ്ഞതാണ്. എന്താ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ? You belong. We'll chase you round the whole town. Now we'll pull your meter down. What's his final plan, bro? We need to find it out. Let's go. Yo, don't let him 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 go. സൂക്ഷിച്ചു സൂപ്പർ സ്പീഡോ. ആ സൂപ്പർ ഓട്ടോ എങ്ങോട്ടാ പോയത്? നമ്മുടെ കൂടെ ഗൊറില്ല ബാർ കളിക്കുകയാണ്, അതായത് അറ്റാക്ക് ആൻഡ് ഹൈഡ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 145 അപ്ലൈ ചെയ്യ്. ഓക്കേ ഡൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 145. ഇപ്പൊ നീ ആ ചെറിയ ഓട്ടോയിൽ നിന്നും രക്ഷപ്പെട്ട് കാണാം. പക്ഷെ ഇനി വരാൻ പോകുന്ന ജയന്റ് ഓട്ടോയിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും?
ഓസം ജോബ് സൂപ്പർ സ്പീഡോ. താങ്ക് യു കിക്കോ. ഈ അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വരുന്ന കാര്യം മിസ്റ്റർ പബ്ലുവിന് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം. Yo, don't let him go. 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 Now that his formula set, super autos now a jet. ഒരു അല്പസമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരുള്ള സ്ഥലത്ത് ചെന്നെത്താം. You belong. We'll chase you round the whole town. Now we'll pull your meter down. What's his final plan, bro? We need to find it out. സൂപ്പർ സ്പീഡോ സൂക്ഷിച്ച്. ഓക്കേ ബഡി. ഇതെല്ലാം ജയന്റ് ഓട്ടോസ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 1 2 3 യൂസ് ചെയ്യ്. ഓക്കെ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 1 2 3. കീക്കോയും സൂപ്പർ സ്പീഡോയും എല്ലാ ഹേർഡിൽസും ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ മിസ്റ്റർ പപ്ലു അങ്കിൾ ജയിലിലായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് മിസ്റ്റർ പബ്ലുവിന്റെ കാര്യം പബ്ലു ഇവിടെ ഉള്ളപ്പോ കീക്കോക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഇതാണ് ജയന്റ് ടെലിപോർട്ട് മീറ്റർ. ഇതിന്റെ റേസ് നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ദൂരത്തിലുള്ള ഏതെങ്കിലും ഐസൊലേറ്റഡ് ഐലൻഡിൽ ചെന്നെത്തും. എന്റെ ദൈവമേ, എനിക്ക് പേടി തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. എന്റെ പേര് പപ്പല്ലു. ആരെങ്കിലും എന്റെ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെയും കൊണ്ടങ്ങ് പറക്കും. എങ്ങോട്ടാ ഇപ്പൊ പോകേണ്ടത്? മിസ്റ്റർ പബ്ലു, എന്നെ വിട്ടേക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ എന്നെയും ചേർത്തോളൂ. കാരണം ഞാൻ ചെറിയവരാണ്, കൊച്ചുകുട്ടിയെ പോലെയാണ്, ക്യൂട്ട് ബേബിയെ പോലെ. എന്റെ പേര് ടോണി. മീറ്റർ ഡൗൺ ആയതും നിങ്ങൾ എല്ലാവരെയും എങ്ങോട്ടാ പോകുന്നറിയോ? വളരെ ദൂരത്തുള്ള ഏതെങ്കിലും ഐസൊലേറ്റഡ് ഐലൻഡിൽ ചെന്നെത്തും. വേഗം ബഡി. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 3 2 4 അപ്ലൈ ചെയ്യ്. ഓൾറൈറ്റ് കിക്കോ, ഫോർമുല നമ്പർ 3 2 4 ആക്ടിവേറ്റ് ചെയ്തേക്കാം. പിന്നെ പപ്ലുവിന്റെ കാര്യം പോക്കാണ്. എന്റെ പേര് പപ്ലു. ആര് വന്ന് എന്റെ വണ്ടിയിൽ കയറി ഇരുന്നാലും അവരെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. നീ എന്റെ വണ്ടി മൊത്തം നശിപ്പിച്ച് തരിപ്പണമാക്കി അല്ല കേക്കോ. ഇപ്പൊ നോക്കിക്കോ, നിന്റെ ഈ മിഷൻ ഞാൻ എങ്ങനെയാണ് തോൽപ്പിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഈ കുട്ടികളെല്ലാം ഇവിടെ നിന്നും വളരെ ദൂരത്തിലുള്ള ഏതെങ്കിലും ഐസൊലേറ്റഡ് ഐലൻഡിൽ ചെന്ന് എത്തുന്നതായിരിക്കും.
എന്നെ അങ്ങ് വിട്ടേക്ക്. ഈ ടെലിപോർട്ട് റേസ് എന്നെ ഏതെങ്കിലും വിദൂരത്തിലേക്ക് ടെലിപോർട്ട് ചെയ്യോ. ആര് വന്ന് എന്റെ വണ്ടിയിൽ കയറിയിരുന്നാലും അവരെയും കൊണ്ട് ഞാനങ്ങ് പറക്കോ. ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോകൂ? ഈക്കോ പറഞ്ഞതുപോലെ ഇപ്പൊ ബബ്ലു ശരിക്കും കുടുങ്ങിപ്പോയി.